പണിയായതും ബാഗൊക്കെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയിൽ വെച്ച് പറഞ്ഞു. നമ്മള് പറഞ്ഞിട്ടിങ്ങനെ എടുക്കാന്ന് വെച്ചാല് അപ്പൊ അതുകൊണ്ടാണ് നേരം വൈകിയത്. പിന്നെ നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ ഒന്നും കൂടി കിടന്ന് നമ്മളെ റെസ്ക്യൂക്ക് പോവാണ്. നമ്മളെ ഇന്നത്തെ ക്യാമറമാനാണ് നൗഷാക്കാണ്. നമ്മളെ ഇന്നത്തെ ക്യാമറമാന്. അള്ളാഹ്ക്ക് അറിയാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. എന്തെന്നാലും സെറ്റാക്കൂല വിചാരിക്കുന്നു. പായരുത്. പാമ്പ് വന്ന പാലുകൊണ്ട് കാരണം നിങ്ങൾ പായപ്പോ പോകും. അപ്പൊ നമുക്ക് സെറ്റാവും. ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം. അപ്പോഴേ ചൂടുകാലാണ്. പാമ്പ് കണ്ട് പെരുകിന്ന് പറയാന് പാമ്പ് അങ്ങനെ പെരുകിയതൊന്നല്ല. അതായത് ഉള്ള പാമ്പുകള് പുറത്തേക്ക് ചാടിയാണ്. അവരെ മാളങ്ങൾ ചൂടായിട്ട് ഇത് ചാടി. അപ്പൊ നമ്മള് പെരുകണ്. ഇപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ പാമ്പല്ലേ ഇത്. ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ പാമ്പ്. അപ്പൊ പാമ്പ് ഇവിടെ എന്താ പറയാ, ഈ പണ്ടുള്ള വല്യമാരൊക്കെ പറഞ്ഞാല് 40 അടി വ്യത്യാസത്തില് പാമ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പാമ്പ് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള പോലെ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പാമ്പ് എല്ലായിടത്തും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലിന്റെ പൊത്തിലൊക്കെ അവരുണ്ടാവുക. കൂടുതലും കരിങ്കല്ലാണല്ലോ. ഇപ്പൊ തറ കെട്ടുണ്ടെങ്കിലൊക്കെ കരിങ്കല്ല്. അപ്പൊ ഈ കരിങ്കല്ലിന്റെ ഉള്ളിൽ ഇവരെ അതാവർക്കും ഇവരെ മാളങ്ങൾ ചൂടായിട്ടാണ് ഇവര് പുറത്തേക്ക് ഇറങ്ങണേ. നമുക്ക് തന്നെ വീട്ടിൽ ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ പാമ്പിന്റെ അവസ്ഥ പറയാണ്ട. എന്തായാലും ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ. പാമ്പിനെ കാണാൻ പിടിക്കാം, ഇല്ലെങ്കിൽ അതിനെ ഓടിച്ചു വിടാം, പള്ളിക്കൊല്ല് വേറാട്ടാക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെയാണ് നടന്നോട്ടെ. പിന്നെ ആർക്കും ഒരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ടുള്ള കോളും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഡോറ് തുറക്കുന്നത് ഞാൻ കടിച്ച് മരിച്ചതാണ്. കോഴിക്കാട്ടല്ലേ ഇവിടെ കൊണ്ടുവരണം. പിന്നെ നമ്മള് നാഗവല്ലിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? അതെ. മുതലാളി ഒന്ന് മാറും. മുതലാളി മാറിക്കളി. ഒരു കല്ല് കിട്ടും നമുക്ക്. ഒരു ഇഷ്ടിക എന്തെങ്കിലും കിട്ടും. അപ്പോഴേ നമ്മൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല, നമ്മളെ താന്നൂരില്ലേ? താന്നൂര് ബ്ലോക്കല്ലേ? നിങ്ങൾക്ക് തിരൂര് വിടില്ലല്ലോ. ഇല്ല, ഒഴൂർ പഞ്ചായത്ത്. താന്നൂര് ബാക്കി ഭാഗം അല്ലേ? ഒഴൂർ പഞ്ചായത്തില് ഒഴൂര് എന്നാണ് സ്ഥലം. പഞ്ചായത്തിലാണ് ഒഴൂര്. നമ്മളെ എന്ത് സ്കൂളാണ്? GLP സ്കൂൾ. GLP സ്കൂളിന്റെ തൊട്ട ബാക്കിലത്തെ വീടാണ്. രണ്ടാമത്തെ തവണ നമ്മളിവിടെ വരണത്. അന്ന് ഒരു കിടിലം മുറുക്കെ അന്ന് മുട്ട കഴിച്ചിരുന്നു. അതിനെ കൊണ്ടുപോയി. അപ്പൊ സ്ഥിരമായിട്ട് കമ്പനി അടിച്ച് ആരൊക്കെ ഇവിടെ വരുന്നുണ്ട് അല്ലേ? ചിലപ്പോ മറ്റോ പഠിപ്പിച്ചതാവും. എന്തെന്നാലും ഇയാളും വന്ന് മുട്ടൊക്കെ കഴിച്ചിരിക്കണ്. ഇപ്പൊ കോഴി ഒന്നും ഇല്ലേ? ശരി. അപ്പൊ ഇവര് ഈ പാമ്പിന് വരാനുള്ള എല്ലാ സൗകര്യവും ഇവരെന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഇതിന്റെ ഒക്കെ ഗ്യാപ്പ് കണ്ടില്ലേ? അവിടുന്നൊക്കെ സിമ്പിളായി. ഇതിപ്പോ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ അതാ ചെറുതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ സിമ്പിളായിട്ട് ആൾക്കിവിടെ ഉള്ളിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ കോഴിനെ വളർത്തുന്നുണ്ടെങ്കിൽ, കോഴിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാമ്പ് വരാതിരിക്കാൻ. പാമ്പിന് എന്തായാലും പാമ്പ് വരും. നമുക്ക് വരലേ പാമ്പേന്നേ പറയാൻ പറ്റുള്ളൂ. പാമ്പ് വരും എന്തായാലും. അപ്പോൾ പാമ്പ് വരുന്നത് കോഴിമുട്ടൊക്കെ എടുത്ത് നമ്മൾ കയറുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞൊരു കാര്യമാണ്. അനിയനാണ് സംസാക്കാന്റെ വീട്ടിലാണ്. സംസാക്ക കേൾക്കില്ല. സംസാക്ക ഞങ്ങളെ പേരയിൽ നമ്മൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വട്ടം വരുന്നത്. അപ്പോൾ അവരെ ഇതാ കോഴിക്കുട്ടി തന്നെയാണ്. കോഴിക്കൂടുന്നില്ല, കോഴിക്ക് മറ്റേ കൊട്ടാരം കെട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോഴിൻ്റെ കൊട്ടാരത്തിൽ ആള് വന്നിട്ടുണ്ട്. അതിലൊരു ടോർച്ച് ഉണ്ടാവുന്ന എടുത്തിട്ട്. അല്ലല്ല നമ്മളുടെ
നമുക്ക് ആരാൻ്റെ ഒന്നും വേണ്ട. കോഴിക്കാട്ടായതുകൊണ്ട് നമുക്ക് നമ്മൾ ആ പമ്പിന് പിടിക്കാൻ തുണി ഇവിടെ വെക്കാൻ പറ്റില്ല. ആളിവിടെ ഉള്ളത് എന്താ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാമ്പിനെ പിടിക്കാൻ വന്നിട്ട് എൻ്റെ ലിഗമൻ്റെ ഇളകിയിരിക്കണം ഇവിടെ. പ്രാവശ്യം ലിഗമൻ്റെ ഒന്നും ഇളകൂലെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ആളുള്ളത് ഇതോ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ്. റെഡി. ചേച്ചി പാമ്പ് നല്ല ഡിസൈനൊക്കെ ഉള്ള പാമ്പാണല്ലോ അല്ലേ? പത്തിക്ക് പോ 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 ഫ്രണ്ടിക്ക് പോ ഫ്രണ്ടിക്ക് പോ. പാമ്പിലെ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അതൊന്നും പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. പോയി പത്തിക്ക് രണ്ട് കണ്ണൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു പ്രത്യേകത അല്ലേ? ഭംഗിക്കാരൊക്കെ എന്നിട്ട് പാമ്പ് ഞാൻ തരും. അവിടെ നാട് പോകാൻ പറ്റില്ല. അപ്പൊ സംഭവം ഉള്ളിലയക്കണേ ചേച്ചി. ആ ഒന്ന് കേറിയ പോരാ, ഇനിയിപ്പൊ ഇനി ഉണ്ടാന്നോ പറയേ. നമ്മളെ സംസാരിക്കാനുള്ള സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ എന്താ പറയാ ടാഗിലാക്കിയിട്ടുണ്ട്. പാമ്പ് നല്ലൊരു ഭംഗിയുള്ളൊരു പാമ്പാണ്. നല്ല അതായത് രണ്ട് ഹെഡ്സെറ്റ് ഉണ്ടാവലുണ്ട്. ഹെഡ്സെറ്റിന്റെ അവിടെ രണ്ട് കണ്ണൊക്കെ ഉണ്ടാവും ഇവർക്ക് അല്ലേ? ഹെഡ്സെറ്റിന്റെ കണ്ണും വേറെ രണ്ട് കണ്ണും കൂടെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഭംഗിയുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഓമനിക്കാനൊന്നും പറ്റില്ലല്ലോ. വളർത്താനും പറ്റില്ല, ഓമനിക്കാനും പറ്റില്ല. എന്തായാലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു പാമ്പാണ്. എന്തായാലും ആൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളന്നിട്ട് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കിളി കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് പാമ്പ് വരും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനെ വളർത്താതിരിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ പാമ്പ് കയറാതിരിക്കാനുള്ള പകലെന്തായാലും ഇവർ വന്നിട്ട് ഇതിനെ കഴിക്കാനൊന്നും വരുന്നില്ല. ഇത് കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്കിത് ഇവിടെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വല്ല മെഡിസിനുകളൊക്കെ പാൽക്കായത്തിനൊന്നും ഒരു കാര്യമില്ല. പാൽക്കായ വയറുവേദനക്കാണ്, പാമ്പിന് വയറുവേദന ഇല്ല. സ്മെല്ല് കൊണ്ട് വരും. അച്ചാറിടാനാണ്, പാമ്പിന് അച്ചാർ ഇഷ്ടമല്ല. പിന്നെ എന്താണ് ഒരു മാർഗം? പരിപാടിക്ക് നിൽക്കുന്നത് നമ്മൾ എന്താണ് ഒരു സ്മെല്ല് പാമ്പിനെ ഓടിക്കാൻ? വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയിടും. അത് കഴിക്കാൻ തവള എലി പൂച്ചയൊക്കെ വരും. അവരെ തിന്നാനാണ് ഇവർ വരുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുന്നത് ഒന്ന് മാറ്റാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഈ തവള എലി പൂച്ചയൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവരെ പിന്നാലെയാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് വരുന്നത്. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ നമ്മളിപ്പോൾ നായ്ക്കളി പൂച്ചകളൊക്കെ വളർത്തല്ലോ, വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തണമുണ്ട്, നായ്ക്കളെ ചിലപ്പോൾ പുറത്തിട്ട് വളർത്തണമുണ്ട്. ഈ പൂച്ചകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആവും. അപ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലാവുന്ന സമയത്ത് ഇത് അവിടെ ഇവിടെയൊക്കെ ഓടി കളിച്ചിട്ട് വല്ല അണ്ണാന് ഓന്ത് അതേപോലെ തന്നെ പാമ്പുകളൊക്കെ പിടിച്ചിട്ട് ഈ പൂച്ചയൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു വരും. പാമ്പ് പെടഞ്ഞ് എവിടേക്കെങ്കിലും പോയാൽ പിന്നെ മൂപ്പർക്ക് അതിനെ കിട്ടൂല.
അങ്ങനെയാണ് ഈ എന്താ പറയാ ആരും കാണാത്ത അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കിടക്കണ മുന്നേ കട്ടിലിൻ്റെ അടിയും അടുക്കളയ്ക്ക് പോകുമ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് നമ്മൾ. തണുപ്പുള്ള ഒരു ഏരിയ ഒക്കെ ആണല്ലോ നമ്മളെ വാഷ് ബേസിൻ്റെ അടിയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഏരിയ അതേപോലെ തന്നെ വിറക് വര ഒക്കെ ശ്രദ്ധിക്കുക. ചൂടുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ അറിയ പോലും ഇല്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടാവും പിന്നെ അറിയലുണ്ടാവും. അപ്പം എന്തെന്നാലും പാമ്പ് വരാതിരിക്കാനുള്ള മറ്റുള്ള മുൻകരുതലുകളൊക്കെ നിങ്ങൾ എടുക്കുക. അപ്പം നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.